ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആസം പ്രപ്പോസസ് ജയിൽ ടേം, heavy fines for polygamy. And second one, Trump MBBS summit, 1 trillion among friends. And third one, what does the draft seed bill entail? And fourth one, Arunachal Pradesh is an integral and inalienable part of India, MEA. And last one, rupee is Asia's worst performing currency. ഇനി നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. So first one, Assam proposes jail term, heavy fines for polygamy. So ഇതില് പറയുന്നത് ആസാം ഗവൺമെന്റ് ദ ആസാം പ്രൊഹിബിഷൻ ഓഫ് പോളിഗാമി ബിൽ 2025 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് പ്രകാരം പോളിഗാമി എന്ന് പറയുന്നത് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബില്ല് കാര്യങ്ങൾ വന്നതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ മാരേജസ് കാരണങ്ങളൊക്കെ തന്നെ വളരെയധികം പ്രൊഹിബിറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ വുമൺ റൈറ്റ്സ്, അതേ കണക്ക് തന്നെ സോഷ്യൽ ഹാർഡ്ഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ അഡ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ കോണ്ടെക്സ്റ്റ്. സോ ആസാം പ്രൊഹിബിഷൻ ഓഫ് പോളിഗാമി ബിൽ 2025ന്റെ കീ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പോളിഗാമിനെ ക്രിമിനലൈസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. സോ അതില് ഫസ്റ്റ് മാരേജ്, അതായത് ആദ്യത്തെ വിവാഹബന്ധം നിലനിൽക്കെ തന്നെ രണ്ടാമത് മറ്റൊരു വിവാഹബന്ധത്തിലേക്ക് എത്തുന്നത് കാര്യങ്ങളൊക്കെ തന്നെ 7 years ഇംപ്രിസൺമെന്റ് ആണ് ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതേ കണക്ക് തന്നെ സെക്കൻഡ് മാരേജ് കാര്യങ്ങളൊക്കെ തന്നെ സ്പൗസിൽ നിന്ന് മറച്ചു വെക്കുക, ആ കാരണങ്ങൾക്ക് 10 വർഷമാണ് ഇംപ്രിസൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. സോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇതേ ഒഫൻസ് തന്നെ ചെയ്യുന്നവർക്ക് ഡബിൾ പണിഷ്മെന്റ് കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ആപ്ലിക്കബിലിറ്റി കാര്യങ്ങൾ നോക്കുമ്പോൾ എന്റെ ആസാമിൽ ഈ ഒരു ലോ ആപ്ലിക്കബിൾ ആണ്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. 6th ഷെഡ്യൂൾഡ് ഏരിയാസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അതേ കണക്ക് തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസിനെ ആർട്ടിക്കിൾ 342 വരുന്ന ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസിനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബിക്കോസ് അവരുടെ കസ്റ്റമേറ്ററി ലോസിൽ മൾട്ടിപ്പിൾ മാരേജസ് അലോ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ അങ്ങനെ ഇതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത്. ദെൻ ആസാമിന് പുറത്തുള്ള ആസാം റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു നിയമം ബാധകമാണ്. അതേ കണക്ക് തന്നെ അവരുടെ വെൽഫെയർ സപ്പോർട്ടിനൊക്കെ ആയിട്ട് ഇങ്ങനെ രീതിയിൽ സഫർ ചെയ്യുന്ന വുമൻസിന്റെ വെൽഫെയർ സപ്പോർട്ടിനായിട്ടൊക്കെ തന്നെ സ്റ്റേറ്റ് ഫണ്ട് കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ളവർ ഈ ഒരു ഇതിൽ ഇൻവോൾവ്ഡ് ആവുന്നതും ഇതിനകത്ത് പണിഷ്മെന്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വില്ലേജ് ഹെഡ്, ക്വാസി, പ്രീസ്റ്റ്, പേരൻസ്, ഗാർഡിയൻസ് ഒക്കെ തന്നെ പോളിഗാമിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കും പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. സോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഡിലേ ചെയ്യുകയോ അതേ കണക്കിനെ ഹൈഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ 2 വർഷം വരെ തടവും അതേ കണക്കിന് 1 ലക്ഷം രൂപ പിഴയും അവർക്ക് ലഭിക്കാവുന്ന കുറ്റമാണ്. ദെൻ ഇതിന്റെ സോഷ്യൽ ആൻഡ് എക്കോണമിക് പെനാൽറ്റീസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ കൺവിക്ട് ആവുന്ന പേഴ്സൺസിന് ഗവൺമെന്റ് ജോബ്സിലായാലും സ്കീംസിലായാലും ഒക്കെ തന്നെ അവർ ഇൻഎലിജിബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെ ആസാമിലെ ഇലക്ഷൻസ് കാര്യങ്ങളിലൊന്നും തന്നെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനും സാധിക്കില്ല. ദെൻ വുമൻസിന് പ്രൊട്ടക്ഷനും കോമ്പൻസേഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതിൽ നൽകുന്നുണ്ട്. സോ ഈ ഒരു കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റീനെ ഈ ഒരു നിയമം വഴി പറയുന്നുണ്ട്. സോ പാസ്റ്റ് മാരേജ് കാര്യങ്ങളൊക്കെ തന്നെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോളിഗാമി മാരേജസ് കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു തരത്തില് അതിന് വ്യക്തമായ തരത്തിലുള്ള പ്രൂഫ് കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്യാൻ പാർട്ടികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ എൻഷുർ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിലൂടെ ആസാം ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സോ ഒപ്പോസിഷൻ പാർട്ടീസ് ഒക്കെ തന്നെ ഇതിനെ വളരെയധികം രീതിയിൽ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് പലപ്പോഴും ഇത് മുസ്ലിംസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് വരുന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ ഹിന്ദു മാരേജ് ആക്ടിലായാലും ക്രിസ്ത്യൻ മാരേജ് ആക്ടിലായാലും ഇസ്ലാം മാരേജ് ആക്ടിലായാലും ഒക്കെ തന്നെ പോളിഗാമി പണിഷബിൾ ആണ്. സുപ്രീം കോർട്ട് പോലും ഇസ്ലാം കേസിലൊക്കെ തന്നെ, അതായത് സൈറാബാനു കേസിലായാലും ഒക്കെ തന്നെ പോളിഗാമി എന്നുള്ള കാര്യത്തെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. സോ UPSCയുടെ പോയിന്റ് ഓഫ് വ്യൂല്, മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് GS2ലാണ് ഇത് കവർ ആവുന്നത്. പേഴ്സണൽ ലോസ് വേഴ്സസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇക്വാലിറ്റി, വുമൺ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്, സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആൻഡ് ഫെഡറലിസം, മൈനോറിറ്റി ആൻഡ് ട്രൈബൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് റിഫോംസ്. നെക്സ്റ്റ് എഡിറ്റോറിയൽ, ട്രംപ് MBS സബ്മിറ്റ് 1 trillion among friends. അതായത് റീസെന്റ് ആയിട്ടുള്ള സൗത്ത് അമേരിക്കൻ സബ്മിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ
അത്രയും സൗദിയുടെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷന്റെ 18th ഇയർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സോ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. സോ അവരുടെ ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ കാര്യങ്ങളൊക്കെ തന്നെ സീക്രട്ട്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് 1945 കാലഘട്ടത്തിലായിരുന്നു. സോ അന്ന് ഈ പറയുന്ന രീതിയിൽ ഒരു എനർജി പാർട്ണർഷിപ്പ് മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അത് നോക്കുമ്പോൾ വൈഡ് ആയിട്ടൊരു സ്പെക്ട്രം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഡിഫൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ന്യൂക്ലിയർ ടെക്നോളജി, റീജിയണൽ ജിയോ പൊളിറ്റിക്സ് ഒക്കെ തന്നെ ആ ഒരു റിലേഷൻ കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിമറിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ യുഎസിന്റെയും സൗദിയുടെയും റിലേഷൻസ് കാര്യങ്ങൾ നോക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1945 കാലഘട്ടമായിരുന്നു. സോ സൗദി അറേബ്യയിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ ഓയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ യുഎസ് മേടിക്കുന്നുണ്ടായിരുന്നു. പകരമായിട്ട് യുഎസ് സെക്യൂരിറ്റി ഗ്യാരണ്ടീസ് ഒക്കെ തന്നെ സൗദിക്ക് നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 2005 വീണ്ടും ഇത് റിന്യൂ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ക്രൗൺ ആയിട്ടുള്ള പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ MBSന്റെ കാലഘട്ടത്തിലായിരുന്നു ഇത് റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഷിഫ്റ്റുകൾ ഈ പറയുന്ന സൗദി അറേബ്യ US റിലേഷനിൽ വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് യുഎസില് ഷെയിൽ ഓയിൽ റവല്യൂഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സൗദി ഓയിൽ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഡിപ്പെൻഡൻസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വീണ്ടും ആ ഒരു റിലേഷൻ സ്ട്രെയിൻ ആവുന്നത് 1973 അറബ് ഓയിൽ എംബാർഗോ ഒരു റീസൺ ആയിരുന്നു. അതേ കണക്ക് 1980s സൗദി ചൈനീസ് മിസൈൽസ് കാര്യങ്ങളൊക്കെ തന്നെ പർച്ചേസ് ചെയ്തത് വീണ്ടും ആ ഒരു ബന്ധത്തില് ഉലച്ചിലുകൾ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ യമൻ വാറിന്റെ ടൈമില് US മിലിറ്ററി സെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ സൗദി അറേബ്യയുടെ കേസിൽ സസ്പെൻഡ് ചെയ്തതും ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഈ പറയുന്ന തരത്തില് ജേർണലിസ്റ്റ് ആയിരുന്ന ജമാൽ ഖഷോഗിയുടെ അസാസിനേഷൻ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഒരു ഡിപ്ലോമാറ്റിക് ടെൻഷൻ രണ്ടു കൂട്ടർക്കും ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ US ഇസ്രായേലിന്റെ ഗാസ ആക്ഷൻസിനെ ആയാലും അതേ കണക്ക് തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്ന് അകലാനുള്ള റീസൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമില് ചൈനയുടെ പ്രസൻസ് കാര്യങ്ങളൊക്കെ തന്നെ സൗദി അറേബ്യയിൽ വളരെയധികം ശക്തി പ്രാപിക്കുന്നുണ്ടായിരുന്നു. ഷീ ജിൻപിങ് 2022 റിയാദ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇറാൻ സൗദി അറേബ്യ പ്രശ്നത്തിൽ ഒരു സക്സസ്ഫുൾ മീഡിയേറ്റർ ആയിട്ട് ചൈന അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയായപ്പോൾ അറബ് മുസ്ലിം എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ബ്രോഡർ ആവാൻ ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഉലച്ചിലിൽ തട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു US സൗദി അറേബ്യ ബന്ധം റീസെറ്റ് ചെയ്യുന്നത് ട്രംപ് 2025 കൂടിയാണ്. അതായത് 142 ബില്യൺ മിലിറ്ററി ഡീലും അതേ കണക്ക് സൗദി ഇൻവെസ്റ്റ്മെന്റും തിരിച്ച് US എക്കോണമിയിലും ഒക്കെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള തരത്തില് അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 142 ബില്യൺ മിലിറ്ററി ഡീല് സൗദി അറേബ്യയിലേക്കും സൗദി USന്റെ എക്കോണമിയിലേക്ക് 1 ട്രില്യൺ അവരുടെ എക്കോണമി റിവൈവ് ചെയ്യാനായിട്ട് സൗദി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സൗദി എന്ന് പറയുന്നത് ഒരു മേജർ നോൺ നാറ്റോ ഹാലി ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സിവിൽ ന്യൂക്ലിയർ എനർജിയിലും അതേ കണക്ക് തന്നെ AI കോർപ്പറേഷനിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. പക്ഷെ ഇപ്പോഴും ഡൈവേർജൻസ് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് ഓയിൽ മാർക്കറ്റ് കൺട്രോൾ, ദെൻ ഇസ്രായേൽ സൗദി നോർമലൈസേഷൻ, അതേ കണക്ക് തന്നെ ഇറാൻ ആൻഡ് സ്ട്രാറ്റജിക് ഓട്ടോണോമി സൗദിയ. സോ ഇത്രയും കാര്യങ്ങളിൽ ഒരു ഡൈവേർജൻസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇതിന്റെ ഒരു റീജിയണൽ ഇംപ്ലിക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ MBS എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ജിയോ പൊളിറ്റിക്കൽ പ്ലെയർ ആയിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. സിറിയയുടെ സാങ്ഷൻസിലായാലും സുഡാന്റെ പീസ് എഫേർട്ടിലായാലും ഒക്കെ തന്നെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സോ ഇറാൻ US ന്യൂക്ലിയർ ടോക്കിലൊക്കെ തന്നെ വളരെയധികം ഒരു പൊട്ടൻഷ്യൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കാനുള്ള എല്ലാ റോളും ആർക്കുണ്ട്? സൗദി അറേബ്യക്ക് ഉണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് റീജിയൻ ഓയിൽ സെക്യൂരിറ്റി അലയൻസ് ഒരു മൾട്ടി ഡൊമൈൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ആയിട്ട് മാറിയത്. അതേപോലെ തന്നെ സൗദിയുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമി എങ്ങനെയാണ് MBSന്റെ കാലഘട്ടത്തിൽ ഇത്രത്തോളം തന്നെ എമർജ് ചെയ്തത്, ഒരു ലോങ് ടേം ആയിട്ട് അവർക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നത്, അതേപോലെ വെസ്റ്റ് ഏഷ്യയിലുള്ള USന്റെ പവർ, അതേപോലെ തന്നെ ചൈന റഷ്യ ഒക്കെ തന്നെ എങ്ങനെയാണ് ആ ഒരു ജിയോ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതിൽ ഒബ്വിയസ്ലി ഇന്ത്യക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഇംപ്ലിക്കേഷൻസ് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇന്ത്യസ് എനർജി സെക്യൂരിറ്റി, അതേ കണക്ക് തന്നെ വെസ്റ്റ് ഏഷ്യ പോളിസി, കണക്ടിവിറ്റി പ്രോജക്ട്, ഡിപ്ലോമസിയിലൊക്കെ തന്നെ നമുക്കും വളരെയധികം ഇംപ്ലിക്കേഷൻസ് ഇത് കാരണം വരുന്നുണ്ട്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇന്ത്യ വെസ്റ്റ് ഏഷ്യ റിലേഷൻസ്, ചേഞ്ച് ഇൻ ഗ്ലോബൽ സ്ട്രാറ്റജിക് അലൈൻമെന്റ്സ്, റോൾ ഓഫ് മേജർ പവേഴ്സ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്, ഓയിൽ ഡിപ്ലോമസി, സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് ആൻഡ് regional geopolitics. So next, what does the draft seats bill entail?
അതായത് യൂണിയൻ അഗ്രികൾച്ചർ മിനിസ്ട്രി ഡ്രാഫ്റ്റ് സീഡ് ബിൽ 2024 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നത്. അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സീഡ്സ് ആക്ട് 1966 അതേ കണക്കിന് സീഡ് കൺട്രോൾ ഓർഡർ 1983 റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രാഫ്റ്റ് സീഡ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് സീഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെ റെഗുലേറ്റ് ചെയ്യുക, അതേ കണക്കിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. പക്ഷേ ഫാമർ ഗ്രൂപ്പിൽ നിന്ന് വളരെ അധികം ഒപ്പോസിഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ ഒരു സീഡ്സ് എന്ന് പറഞ്ഞ ആ ഒരു മേഖല മൊത്തത്തിൽ കോപ്പറേറ്റീവ്സ് ചെയ്യപ്പെടാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള വാദഗതികൾ. സോ എന്തുകൊണ്ട് സീഡ്സ് ബില്ല് കാര്യങ്ങൾ വന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സീഡ് സർപ്ലസ് എന്ന് പറയുന്നത് 46.29 ലാഖ് ക്വിന്റൽസ് ആണ് 2023-24. ദാറ്റ് മീൻസ് അത്രയും ഒരു സീഡ് പ്രൊഡക്ഷനും ട്രേഡും ഒക്കെ തന്നെ അത്രയും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സീഡ്സിന്റെ കേസിലുണ്ട്. പക്ഷേ സീഡ് ഇൻഡസ്ട്രി കുറച്ചും കൂടി ഒരു മോഡേണൈസേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ ബയോടെക്നോളജി ബേസിലായാലും ട്രേഡ് അഡ്വാൻസ്മെന്റ് ഒക്കെ തന്നെ വളരെയധികം പോപ്പുലർ ആയ ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും ഒരു മോഡേണൈസേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു സെക്ടറിന് വേണ്ടി വരുന്നുണ്ട്. ദെൻ ക്വാളിറ്റി കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം മെഷേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടി വരുന്നുണ്ട്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ഡ്രാഫ്റ്റ് സീഡ് ബില്ല് കാര്യങ്ങളൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇതിന്റെ ഒരു കീ പ്രൊവിഷൻസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫാമേഴ്സിന് സീഡ്സ് ഗ്രോ ചെയ്യാനും സേവ് ചെയ്യാനും റീസോ ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും സെല് ചെയ്യാനുമുള്ള എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിമിന്റെ അണ്ടറിൽ സീഡ്സ് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു കോണ്ടെക്സ്റ്റ്. പിന്നെ അതേ കണക്ക് തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനൊക്കെ തന്നെ ക്ലിയർ ഡെഫിനിഷൻ കൊടുക്കാൻ ഇത് സഹായകരമായിട്ടുണ്ട്. ഫാമർ, ഡീലർ, ഡിസ്ട്രിബ്യൂട്ടർ, പ്രൊഡ്യൂസർ ഇവയൊക്കെ തന്നെ പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ഇവരുടെ റോൾസ് കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പർ ആയിട്ട് ഈ ഒരു ബില്ലിൽ പറയുന്നുണ്ട്. ദെൻ റെഗുലേറ്ററി കമ്മിറ്റി, സെൻട്രൽ സീഡ്സ് കമ്മിറ്റിയിൽ 27 മെമ്പേഴ്സ് ആയിരിക്കും. ഡോമിനേഷൻ, പ്യൂരിറ്റി, ട്രയാഡ്സ്, സീഡ് ഹെൽത്ത് കാര്യങ്ങളിലൊക്കെ തന്നെ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. ദെൻ സ്റ്റേറ്റ് സീഡ് കമ്മിറ്റി 15 മെമ്പേഴ്സ് ആണ്. സോ അവര് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അഡ്വൈസ് ചെയ്യുന്നത്. സീഡ് രജിസ്ട്രേഷനും റെഗുലേഷനും ഒക്കെ ആയിരിക്കും അവരുടെ ഒബ്ജക്റ്റീവ്. ദെൻ സീഡ് രജിസ്ട്രേഷൻ ആൻഡ് അക്രിഡേഷൻ കാര്യങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് സീഡ് പ്രോസസിംഗ് യൂണിറ്റ് ഒക്കെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ അക്രിഡേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാകുമ്പോൾ വളരെയധികം ഒരു കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുകയും ചെയ്യും. ദെൻ സീഡ് സർട്ടിഫിക്കേഷൻ ആൻഡ് ട്രയൽസിന്റെ കേസിൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സീഡ് വെറൈറ്റീസ് രജിസ്ട്രാറിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫീൽഡ് ട്രയൽസ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം റിക്വയർഡ് ആണ് എന്നും പറയുന്നുണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ചും ഇതിൽ മെൻഷനിങ് ഉണ്ട്. ദെൻ ഇതിന്റെ ഒരു എൻഫോഴ്സ്മെന്റ് പെനാലിറ്റീസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം സീഡ് ഇൻസ്പെക്ടേഴ്സിന് ഈ ഒരു രീതിയിൽ സീഷർ ചെയ്യാനും അതിനെ തന്നെ സെർച്ച് ചെയ്യാനുമുള്ള എല്ലാ അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട്. പെനാൽറ്റീസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫൈൻ 50,000 to 30 lakh വരെയാണ്. അതേ കണക്ക് തന്നെ ഇംപ്രിസൺമെന്റ് കേസിലാണെങ്കിൽ 3 years വരെ അവർക്ക് ഇംപ്രിസൺമെന്റ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. പക്ഷെ ഫാമേഴ്സിന്റെ ഗ്രൂപ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്രയും കൺസേൺസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഫാമേഴ്സ് പേടിക്കുന്നത് കോർപ്പറേറ്റൈസേഷൻ കാര്യങ്ങളൊക്കെയാണോ ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. കാരണം കോസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമ്പോൾ വളരെയധികം ഒരു പ്രൊഡക്ടറി പ്രൈസിങ് കാര്യങ്ങളൊക്കെ തന്നെ സീഡ് കമ്പനീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. കാരണം ഈ ഒരു തരത്തില് പ്രൈസ് കാര്യങ്ങൾ ഉയരുകയാണെങ്കിലാണ് ഈ ഒരു പ്രൊഡക്ടറി പ്രൈസിങ്ങിന്റെ സാധ്യത പറയുന്നത്. എന്താണ് ഈ പറയുന്ന പ്രൊഡക്ടറി പ്രൈസിങ്? അത് ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഫേം വളരെ പെട്ടെന്ന് ഈ പറയുന്ന പ്രൈസ് കാര്യങ്ങൾ ഒറ്റയടിക്ക് കുറയ്ക്കുക. അങ്ങനെയാകുമ്പോൾ കൂടെയുള്ള ബാക്കി ഫേംസിനെ മൊത്തത്തില് ആ ഒരു കോമ്പറ്റീഷൻ നിന്ന് എലിമിനേറ്റ് ചെയ്യുക. അതാണ് പ്രൊഡക്ടറി പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സീഡ് സോവറിറ്റി കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം ത്രെട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം സ്മോൾ ഫാമേഴ്സിന് ആ ഒരു രീതിയിലുള്ള കൺട്രോൾ കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കുകയില്ല. ദെൻ ഒരു സെൻട്രലൈസ്ഡ് റെഗുലേറ്ററി സ്ട്രക്ചറിന്റെ ഒരു അഭാവം കാര്യങ്ങൾ നമുക്ക് ഭയങ്കര സെൻട്രലൈസ്ഡ് ആയിട്ടൊരു റെഗുലേറ്ററി സ്ട്രക്ചർ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഡീസെൻട്രലൈസ്ഡ് ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് എക്സിസ്റ്റിംഗ് സേഫ് ഗാർഡ്സിനെ കോൺട്രഡിക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് 2001 ആക്ട്, ദെൻ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് ഫോർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ.
ഇതിനെയൊക്കെ തന്നെ കോൺട്രഡിക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലുമാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സീഡ് റെഗുലേഷൻ ആൻഡ് അഗ്രികൾച്ചർ റിഫോംസ്, ഫാമേഴ്സ് റൈറ്റ്സ് വേഴ്സസ് കോർപ്പറേറ്റൈസേഷൻ, then linkage with biodiversity and international treaties, then balancing ease of business with seed sovereignty. So next, Arunachal Pradesh is an integral and inalienable part of India, MEA. So ഈ ഒരു ഇഷ്യൂവിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസനെ അവരുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അരുണാചൽ പ്രദേശ് ആണ്. അവരെ ഷാങ്ഹായ് എയർപോർട്ടിൽ വെച്ച് 18 മണിക്കൂറോളം ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതില് ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞിരുന്നത് അവരുടെ ഇന്ത്യൻ പാസ്പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ വാലിഡ് അല്ല എന്നുള്ളതായിരുന്നു. ഈ പറയുന്ന അരുണാചൽ പ്രദേശ് എന്നുള്ളത് ചൈനീസ് ക്ലൈം ചെയ്യുന്ന ഒരു ഏരിയയാണ്. സോ അതുകൊണ്ട് അത് ഞങ്ങളുടെ ടെറിട്ടറി ആണെന്നുള്ള തരത്തിലായിരുന്നു ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്ന വാദഗതികൾ. ഇന്ത്യ അതിനെ ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ഈ പറയുന്ന അരുണാചൽ പ്രദേശ് എന്നുള്ളത് ഇന്ത്യയുടെ ഇന്റഗ്രൽ ആൻഡ് ഇനേലിയനബിൾ പാർട്ട് ആണെന്നുള്ളത് ഇന്ത്യ അവിടെ വളരെ ശക്തമായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യ വളരെയധികം ഈ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ തന്നെ ഹയർ ഡിപ്ലോമാറ്റിക് തലത്തിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേ കണക്ക് തന്നെ MEA പറയുന്നത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ടാണ്, പക്ഷെ ചൈനയ്ക്ക് അത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതേ കണക്ക് തന്നെ ഇന്ത്യ സ്റ്റേറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എയർ ട്രാവൽ കൺവെൻഷൻസും അതേ കണക്ക് തന്നെ ചൈനയുടെ ഓൺ റെഗുലേഷൻ വിസ ഫ്രീ ട്രാൻസിറ്റ് റൂൾസും ഒക്കെ തന്നെ ചൈന ഇവിടെ വയലേറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ചൈന പറയുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ഹരാസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ഡ്യൂ പ്രോസസ് കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഫോളോ ചെയ്തത് എന്നുള്ളതായിരുന്നു. ഫുഡും അതേ കണക്ക് തന്നെ റെസ്റ്റിംഗ് ഫെസിലിറ്റീസും ഒക്കെ തന്നെ ഞങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെ അരുണാചൽ പ്രദേശ് എന്നുള്ളത് അവരുടെ സൗത്ത് ടിബറ്റിന്റെ ഭാഗമായിട്ടാണ് അവര് കൺസിഡർ ചെയ്യുന്നതെന്നും ചൈനീസ് ഗവൺമെന്റ് പറയുന്നുണ്ട്. സോ ഇതില് വളരെയധികം പൊളിറ്റിക്കൽ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. then ഇതിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിനുള്ള ആ ഒരു സോവറിറ്റി കാര്യങ്ങളൊക്കെ തന്നെ അണ്ടർമൈൻ ചെയ്യുന്നു എന്നുള്ള തരത്തില് സംശയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ റീജിയണൽ സെക്യൂരിറ്റി കൺസേൺസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. എഗൈൻ ഇന്ത്യ ചൈന ബോർഡർ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ എസ്കലേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ ഇത്രയും മാറ്റർ ആവുന്നത്? കാരണം ചൈനയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ബ്യൂറോക്രാറ്റിക് മെഷേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്ത് ടെറിട്ടോറിയൽ ക്ലെയിംസ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ചൈന ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അതേ കണക്ക് തന്നെ ഇന്ത്യയുടെ സോവറിറ്റിനെ ഇവിടെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഒരു നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൊയേഴ്സീവ് ആയിട്ടൊരു ഡിപ്ലോമസി കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. സോ അങ്ങനെയാകുമ്പോൾ ഇന്റർനാഷണൽ ഏവിയേഷൻ നോംസിനെയും ഒക്കെ തന്നെ ഇവിടെ കാറ്റിൽ പറത്തുന്നുണ്ട്. ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിന്റെ റൈറ്റ്സിനെയും ഇവിടെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ എഗെയിൻ ഇന്ത്യ ചൈന റിലേഷൻസിൽ വീണ്ടും ഒരു ഫ്രിക്ഷൻ കാരണമാകുകയാണ് ഈ ഒരു സംഭവം. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലുമാണ് ഇന്ത്യ ചൈന റിലേഷൻസ്, ബോർഡർ ഡിസ്പ്യൂട്ട്, അതേക്കന്നെ സോവറിറ്റി, ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ ട്രാവല്, ഇമ്പോർട്ടൻസ് ഓഫ് ബോർഡർ സ്റ്റേറ്റ് ലൈക്ക് അരുണാചൽ പ്രദേശ്. സോ സോവറിറ്റി ഇഷ്യൂസിലൊക്കെ തന്നെ ഇത് രണ്ട് പേപ്പറിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ലാസ്റ്റ് വൺ, റുപ്പി ഈസ് ഏഷ്യാസ് വേഴ്സ്റ്റ് പെർഫോമിംഗ് കറൻസി. അതായത് 2025 ഡേറ്റ പ്രകാരം ഇന്ത്യ റുപ്പി എന്ന് പറയുന്നത് ഏഷ്യയുടെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് പെർഫോമിംഗ് കറൻസി ആയിട്ട് മാറിയിരിക്കുകയാണ്. US ഡോളറിനെ വെച്ച് നോക്കുമ്പോൾ 4.3% ആണ് ഡിപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ജാനുവരി ടു ഡിസംബർ 2025 ഡേറ്റയാണ് ഇത് പറയുന്നത്. സോ എന്തുകൊണ്ട് ഇത്രയും ഒരു ഫോൾ ഉണ്ടായി? അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അത്രത്തോളം ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഡോളറിന്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ തന്നെ ഗ്ലോബലി വളരെയധികം ഇൻക്രീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ US റീസെന്റ് വന്നിട്ടുള്ള ഇന്ത്യയിലെ മേലെ വന്നിട്ടുള്ള താരിഫ് മെഷേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഡിപ്രീസിയേഷൻ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇടയാക്കിയിട്ടുണ്ട്. സോ ഡിപ്രീസിയേഷൻ സ്റ്റാറ്റസ് കാര്യങ്ങൾ നോക്കണേ 4.3% ആണ് റുപ്പി വീക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഈ പറയുന്ന ഇന്ത്യ US ട്രേഡ് ഡീല് കാര്യങ്ങളൊക്കെ തന്നെ ഡിലേ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. സോ ഇതിന്റെ ഒരു ഡിപ്രീസിയേഷന്റെ റീസൺസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ്. കാരണം ഈ പറയുന്ന രീതിയിൽ വളരെയധികം ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ദെൻ US ഡോളർ കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. 3.6% ആണ് ലാസ്റ്റ് 2 months ഡോളർ അപ്രീഷിയേറ്റ് ചെയ്തത്. സോ അങ്ങനെയാകുമ്പോൾ മെജോറിറ്റി കറൻസിനെയും ഒക്കെ തന്നെ അവിടെ ഹേർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ US താരിഫ് ഷോക്ക്,
ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വന്നപ്പോൾ തന്നെ 50% താരിഫ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ എക്സ്പോർട്ടിന്റെ മേൽ ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതും ഒരു റീസൺ ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ദെൻ ഹൈ ഗോൾഡ് ഇമ്പോർട്ട് കാര്യങ്ങൾ, ഗോൾഡും അതേ കണക്ക് തന്നെ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ 200% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ ഗോൾഡ് ഇമ്പോർട്ട് ബില്ലും വളരെയധികം റൈസ് ചെയ്തിട്ടുണ്ട്. 14.72 ബില്യൺ ആയിട്ട് അത് മാറിയിട്ടുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ എക്സ്റ്റേണൽ ബാലൻസ് വളരെ അധികം വേഴ്സൺ ആവാനുള്ള സാധ്യതയും അവിടെ വരുന്നുണ്ട്. സോ മാർക്കറ്റ് ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും റുപ്പിയുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും ലോ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇതിന്റെ ഒരു എക്കോണമിക് സിഗ്നിഫിക്കൻസ് നോക്കുമ്പോൾ ഇന്ത്യൻ കറൻസി എക്സ്റ്റേണൽ ഷോക്കിൽ എത്രത്തോളം വൾണറബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതേ കണക്ക് തന്നെ ട്രേഡ് ഇംബാലൻസ് കാര്യങ്ങളൊക്കെ തന്നെ താരിഫിലായാലും കമ്മോഡിറ്റി പ്രൈസിലായാലും ഒക്കെ തന്നെ എത്രത്തോളം ചേഞ്ച് വരുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിന്റെ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു വേ ഫോർവേഡ് കാര്യങ്ങൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാർക്കറ്റ് കുറച്ചും കൂടെ ഡൈവേഴ്സിഫൈ ചെയ്യുക, വളരെയധികം വിശ്വസ്തരായിട്ടുള്ള ഡൈവേഴ്സ് ആൻഡ് ട്രേഡ് പാർട്ട്നേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എക്സ്പോർട്ട് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുക. അതേ കണക്ക് തന്നെ ഇമ്പോർട്ട് മാനേജ്മെന്റ്, ഗോൾഡിന്റെ കാര്യത്തിലുള്ള ആ ഒരു ഇമ്പോർട്ട് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ കൺട്രോളബിൾ ആക്കുക. ദെൻ ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഇത്രത്തോളം ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ GS3 ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എക്സ്ചേഞ്ച് റേറ്റ്, ട്രേഡ് ഡെഫിസിറ്റ് ആൻഡ് BOP, ദെൻ ക്യാപിറ്റൽ ഫ്ലോസ്, റോൾ ഓഫ് RBI, ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ ട്രേഡ് പോളിസി, ദെൻ ഇമ്പാക്ട് ഓഫ് ഫോറിൻ താരിഫ്സ് ഓൺ ഇന്ത്യ. സോ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആയാലും എഡിറ്റോറിയൽസ് ആയാലും ഒക്കെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു സെഷനായിട്ട് നാളെ നമുക്ക് കാണാം. താങ്ക്